പുസ്തകപ്പുഴുവായി മാറുക കൊണ്ട് മാത്രം ഒരു വിദ്യാർത്ഥിയാവുന്നില്ല. നല്ല വിദ്യാർത്ഥിയാവുന്നത് നേരത്തെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയായി മാറേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ കുട്ടികളെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവർ വളർന്നു വരുന്നത്. അതനുസരിച്ചായിരിക്കും അവരുടെ മാനസികപരമായിട്ടുള്ള വളർച്ച ഉണ്ടാവുന്നത്. അവരുടെ മനസ്സിൽ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ തറച്ചു നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളും പൗരബോധമുള്ളവരായിരിക്കണം, ഭരണഘടനയോട് കൂറുള്ളവരായിരിക്കണം, സഹപ്രവർത്തകരോട് സ്നേഹമുള്ളവരായിരിക്കണം, അധ്യാപകരോട് ബഹുമാനമുള്ളവരായിരിക്കണം, രക്ഷകർത്താക്കളോട് ബഹുമാനമുള്ളവരായിരിക്കണം, പാവപ്പെട്ടവരോട് തീർച്ചയായിട്ടും അവന് അനുകമ്പയുള്ളവരായിരിക്കണം, കൂടെ പഠിക്കുന്ന കുട്ടികളോട് കൂട്ടുകാരോട് എപ്പോഴും പരസ്പര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും ടെലിവിഷനിലൂടെയൊക്കെ വരുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ അതിന് ശരിയും തെറ്റും തിരിച്ചറിയുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതാണ് ചുവടെന്ന് പറയുന്നത്. ഓരോ ചുവടും വെച്ച് കുട്ടികൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കാഡമിക്കായിട്ട് 100% മാർക്ക് വാങ്ങുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലും ഏറ്റവും നല്ല ചുവട് വയ്ക്കുന്ന കുട്ടികളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയും അവരെ ആദരിക്കുന്നതിന് വേണ്ടിയും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.